ഓരോ കഥയുടെ പിറകിലും യാദൃച്ഛികമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകും. കഥ വേണമെന്ന് പത്രാധിപന്മാർ ആവശ്യപ്പെടുമ്പോൾ മനസ്സിൽ കഥ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാ കഥകളുടെ പിറകിലും ഒരു അനുഭവം, യാദൃച്ഛികമായിട്ടൊരു സംഭവം ഉണ്ടാകണം. അപ്പം 100 കണക്കിന് കഥകൾ എഴുതിയ അനുഭവമുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഉണ്ടാകും. എൻ്റെ കഥകളുടെ പിറകിലെ കഥകളെപ്പറ്റി തന്നെ എത്രയോ ദിവസം പറയാറുണ്ട്. ധ്വനി എൻ്റെ കഥയാണ്. ഏതോ കലാകൗമുദിയിലോ ഏതിലോ പബ്ലിഷ് ചെയ്തു വന്ന കഥയാണ്. ആ കഥയുടെ ആശയം എവിടുന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ടുള്ള വളരെ വേണ്ടപ്പെട്ട ഒരു സ്നേഹിതൻ, കയ്യിലൊരു പലഹാരപ്പൊതിയുണ്ട്. അപ്പം അദ്ദേഹം ഇരുന്നു വളരെ ഹൃദയവ്യാപാരങ്ങൾ വരെ പങ്കിടുന്ന ഫ്രണ്ടാണ്. അപരിചിതനായ ഫ്രണ്ടല്ല. കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഈ പലഹാരപ്പൊതിയായിട്ട് എന്നെ നീട്ടി, മക്കളെവിടെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചു. എന്താ ചിരിച്ചതെന്ന് വെച്ചു. എനിക്ക് മക്കളില്ലാത്ത വിവരം അറിഞ്ഞുകൂടെയെന്ന് വെച്ചു. അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞ് വെറൊരു നിസ്സാര സംഭവമാണ്. പക്ഷേ എഴുത്തുകാർ പലപ്പോഴും ആലോചിക്കുന്ന മറുവശമാണ്. ഒരാൾ സുഹൃത്താണെങ്കിലും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെയുണ്ടല്ലോ. അതിപ്പോൾ അറിഞ്ഞോളണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോയ ചിന്തയാണ്, എനിക്കൊരു മകളുണ്ട്, അത് സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയാണെങ്കിലോ, അത് അറിഞ്ഞോളണമെന്നുണ്ടോ? ഉടനെ മകൾ ഒരു കഥാപാത്രമായി വന്നു. എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു യുവാവ് കഥാപാത്രമായി. അപ്പം ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മകൾ സംസാരിക്കുന്നല്ലേ അയാൾ വിചാരിക്കുക. ധ്വനിയുടെ കഥയുടെ ആ തന്തു വന്നതെങ്ങനെ? അപ്പം എപ്പോഴെങ്കിലും ഇയാളിത് പറയില്ലേ? അപ്പോൾ മറ്റാൾ അറിയുമല്ലോ മിണ്ടാത്ത കുട്ടിയാണെന്ന്. വേണ്ട, സംസാരിക്കാനുള്ള സിറ്റുവേഷനേ വേണ്ട. പിന്നെയോ, ഡാൻസൊക്കെ പഠിച്ച് ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയാവാം, സംസാരിക്കില്ല എന്ന് ഇയാൾ വിചാരിക്കണ്ട. അപ്പം ആ കുട്ടിയെ ഒരു നർത്തകിയാക്കി മാറ്റി. എന്നിരുന്നാലും അറിയാമല്ലോ, അത്ര പ്രധാനപ്പെട്ടൊരു കാര്യം ഇയാളെ അറിയണമല്ലോ. കാരണം സംസാരിക്കാതെ ഹൃദയം കൊണ്ട് പ്രേമിക്കുകയാണല്ലോ. അപ്പം എന്തുണ്ടായി? പ്രധാന കഥാപാത്രത്തെ ഒരു ജഡ്ജിയാക്കി മാറ്റി. ആ ജഡ്ജി എൻ്റെ പ്രധാന ടെൻഷനൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്നൊരു വരി പറഞ്ഞു വെച്ചു. അപ്പം എന്താണ്? ഇതാണ് മകളുടെ കാര്യമാണെന്ന് വേറെ ആർക്കറിയില്ല. വേറൊരു ടെൻഷൻ കഥയിലുണ്ടാക്കി. ഒരു അഴിമതി കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്ന ജഡ്ജിയാക്കി മാറ്റി. അപ്പം ചില സമ്മർദ്ദങ്ങളൊക്കെ വന്നു. വല്ലാത്ത ടെൻഷനിലാന്ന് പറയുമ്പോൾ ജഡ്ജിയുടെ ടെൻഷൻ ഇതല്ല, മകളുടെ ഭാവിയെ ചൊല്ലിയ. ഇയാൾക്കിത് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുമ്പോഴാണ്, അവളോടന്നെ ചോദിക്കുമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് സംസാരിക്കാത്ത പെൺകുട്ടിയാണെന്ന് അറിയുന്നത്. ഈ കഥ പിന്നീട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സിനിമ കാണുമ്പോൾ ഇത് മനസ്സിലാവാത്ത വിധത്തിൽ പാട്ടുകളൊക്കെ അതിൽ ചേർത്ത് ആ കഥ എഴുതി വന്ന കാലത്താണ് മഞ്ഞളാംകുഴി അലി സംവിധായകന് AT അബുവായിട്ട് വരുന്നത്. ഒരു സിനിമ എടുക്കാൻ പറ്റിയ കഥ ഉണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഭരതൻ്റെ ചാർട്ടൊക്കെ ഞാൻ എഴുതിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ പല കഥകളും ചർച്ച ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ കഥ കേട്ടപ്പോൾ എല്ലാവർക്കും തോന്നി തരക്കേടില്ല. അങ്ങനെയാണ് ധ്വനിയുടെ തിരക്കഥ എഴുതുന്നത്. തിരക്കഥയും സംഭാഷണവും മദ്രാസിൽ വെച്ചാണ് എഴുതുന്നത്. അതിൽ പാട്ട് എഴുതാനായിട്ട് യൂസഫ് അലി കച്ചേരിയെ ചെന്ന് കണ്ടപ്പോൾ ഇതിൽ നല്ല പാട്ടിനുള്ള സാധ്യതയുണ്ട്. കാരണം അകലെ നിന്ന് മാത്രമാണല്ലോ ഇവർ കണ്ടിട്ട്, ഇവർ സംസാരിച്ചിട്ടില്ല, ഒരു സീൻ ഉണ്ടായില്ല എന്ന് ഓഡിയൻസിന് മനസ്സിലാവുക കഥ കുറെ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ പിടിച്ചു വെക്കണമെങ്കിൽ പാട്ടിന് പ്രാധാന്യമുണ്ട്. അപ്പോഴാണ് സംഗീത സംവിധായകത്തിന് ആരാവണം? മ്യൂസിക് ഡയറക്ടർ വലിയൊരു പ്രശ്നമാണ്. കാരണം പാട്ടുകൾ ഹിറ്റാവണം. ആ കാലത്ത് പാട്ടുകൾ വന്നാൽ തിയേറ്ററിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോണ കാലം. പാട്ടുകൾ ബോറടിച്ചിട്ട് ഗാനം മറന്ന മലയാള സിനിമയ്ക്കൊരു ഗാനമാലിക എന്നൊരു തലക്കെട്ടിലാണ് ധ്വനി സിനിമ ഇറങ്ങിയത്. ആ തലക്കെട്ട് ഞാൻ എഴുതിയത് വരെ ഓർക്കുന്നുണ്ട്. നൗഷാദിനെ കൊണ്ട് സംഗീത സംവിധാനം നിർവഹിച്ചാൽ എന്താകും? നൗഷാദിനെ കിട്ടുമെന്നാണ്. അങ്ങനെ അബുവും മഞ്ഞളാംകുഴി അലി അന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. പിന്നീട് അധികം രാഷ്ട്രീയത്തിലേക്ക് വന്നു. MLA ആയി, മന്ത്രിയായി. ധ്വനി സിനിമയുടെ 30ാം വാർഷികം ഒരു ആഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞാനും അലിയൊക്കെ അതിൽ പങ്കെടുത്ത് സംസാരിച്ചു. നൗഷാദ് മദ്രാസിലേക്ക് വന്നു. താജ് ഇൻ്റർനാഷണലിൽ ഇരുന്നിട്ട് ആൺകുയിലേ തേൻകുയിലേ എന്നുള്ള പാട്ട്, മാനസനിളയിൽ പൊല്ലോളങ്ങൾ, ജാനകി ജാനേ രാമ എന്ന പാട്ട്, രതിസുഖസാരമായി ദേവി നിന്നെ തീർത്തുവരാ ദൈവം കലാകാരൻ തുടങ്ങി ഈ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ പാട്ടുകൾ ഹിറ്റാവുമെന്ന് തോന്നിയിരുന്നു. ജാനകി ജാനയൊക്കെ യേശുദാസ് പാടുമ്പോൾ ഞങ്ങൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ജനപ്രീതി കിട്ടുന്നൊരു ധാരണ ഉണ്ടായിരുന്നു. യാദൃച്ഛികമായിട്ട് മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ ഇതിൽ അഭിനയിക്കാൻ കോഴിക്കോട് വന്നപ്പോൾ ഈ കഥ അദ്ദേഹത്തിന് PWD റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പറയുന്ന ആ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ഞാൻ വിചാരിച്ചു കഥ കുറച്ചാൾ കഴിയുമ്പോൾ നസീർ ഇത് ആളുകൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നതാണ് ഞാൻ വിചാരിച്ചു. അദ്ദേഹം ചോദിച്ചില്ല, കഥ ഭംഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇങ്ങനൊരു സംഭവം കൺവിൻസ് ചെയ്യില്ലേ സാർ എന്ന് ചോദിച്ചു. അതിനെന്താ പ്രശ്നമില്ല, അത് ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ. പാട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവർ സംസാരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന കഥാപാത്രത്തെയാണ് വിവരിച്ചു കൊടുക്കുന്നതെന്ന് ഒരിക്കലും കരുതിയില്ല. വളരെ ദിവസങ്ങൾ അവസാന പടവുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. തിരുവണ്ണാമൊഴിയിലൊക്കെ വെച്ചിട്ടാണ് ആ പാട്ടുകളൊക്കെ പിക്ചറൈസ് ചെയ്ത്. നമുക്ക് ഇനിയും കാണാമെന്നും പറഞ്ഞിട്ട് ഷെയ്ക്കൻ്റെ എന്ന് യാത്ര പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കഥാപാത്രമാകുമെന്ന് വിചാരിച്ചില്ല. ആ സിനിമ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിൽക്കുന്നു. ധ്വനി എന്ന് കേൾക്കുകയും ഈ പാട്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇതേമാതിരി അനവധി കാര്യങ്ങൾ ഒരു സിനിമ പോലെ ഒഴുകി വരാറുണ്ട് എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.